നമസ്കാരം. ട്രൂ കോർണറിൽ ഇന്ന് അതിഥിയായിട്ടുള്ളത് നടനും നിർമ്മാതാവും ടെലിവിഷൻ അവതാരകനും മിമിക്രി കലാകാരനും സർവോപരി ജീവിതത്തിലുടനീളം കലാകാരനുമായ ശ്രീ ധർമ്മജൻ ബോൾഗാട്ടിയാണ്. നമസ്കാരം. നമസ്കാരം. നല്ല കല വാസ്തവത്തിൽ വേദനാ സംഹാരിയാണ്. ചില കലകളൊക്കെ നമ്മൾ കാണുമ്പോൾ ഉള്ളിൽ വേദന തോന്നുമെങ്കിലും ശരിക്കും അത് നമ്മളുടെ ഉള്ളിലുള്ള മറ്റു വേദനകളെയൊക്കെ കളയുന്ന ഒരു ഒന്നാണെന്ന് തോന്നിയിട്ടുണ്ട്. വേദനാ സംഹാരി. അതെ, ഒരു വേദനാ സംഹാരിയാണ്. എല്ലാ ഹാസ്യ കലാകാരന്മാരും, ഹാസ്യ എന്നുള്ള വാക്കിനെ നമ്മളെക്കാട്ടും കൂടുതൽ ഇഷ്ടംപോലെ ആൾക്കാർ വേറെ ഉണ്ട്. അതെ, ചാർലി ചാപ്ലിൻ മുതൽ ആ ചരിത്രം ആരംഭിക്കണം. അല്ല, കലാകാരൻ ആൾക്കാരെ ആസ്വദിപ്പിക്കുന്ന ആളായിരിക്കണം. അതിപ്പോൾ ഞാനല്ല, ഞാൻ എൻ്റെ ലിസ്റ്റ് എടുത്താൽ ഏറ്റവും താഴെ നിൽക്കുന്ന ആളായിരിക്കണം. ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന കുറേ കലാകാരന്മാർ മേളിലുണ്ട്, അതിലേറ്റവും താഴെയാണ് ഞാൻ. അപ്പോൾ നിങ്ങളെങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കൊരു അവാർഡ് പോലെ തോന്നിയെന്നേ ഉള്ളൂ. പക്ഷേ എന്നെക്കാട്ടും മേളിൽ കുറേ കലാകാരന്മാരെങ്കിലും ലിസ്റ്റുണ്ട്. വാസ്തവത്തിൽ ഈ വേദനാ സംഹാരി എന്നുള്ള വാക്ക് നമ്മൾ തമ്മിലുള്ള സംഭാഷണത്തിൽ പെട്ടെന്ന് വന്നതാണോ? നേരത്തെ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഞാനൊരിക്കലും ഈ ചോദിക്കുന്ന ചോദ്യത്തിന് നേരത്തെ ഉത്തരം കണ്ടുവെക്കുന്ന ആളല്ല. നമ്മളൊരു കലാകാരനായാലും അനുഭവം വേണം എന്ന് പറയും. അനുഭവത്തിൽ നിന്ന് വളരെയധികം കുറേ സംഭവങ്ങൾ കിട്ടും. അത് നമുക്ക് ഒരു സീൻ തന്നാൽ നല്ലൊരു കഥാപാത്രമായി കഴിഞ്ഞാൽ നമുക്ക് അനുഭവങ്ങളുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി പൊലിപ്പിക്കാൻ പറ്റും. ഇപ്പം ഇതില്ലാത്ത കുറേ ആൾക്കാരുണ്ടാവും, പെട്ടെന്ന് വന്ന് സിനിമയിലേക്ക് വീഴുന്ന ആൾക്കാർ, അങ്ങനെയൊക്കെ ഉണ്ടാവും. അവർക്ക് എന്തോരം അനുഭവം ഉണ്ടെന്ന് അറിയാൻ പറ്റില്ല. നമ്മളെയൊക്കെ സംബന്ധിച്ച് നമ്മൾ ഈ കുഞ്ഞ് സംഭവങ്ങളിൽ നിന്ന് വന്ന ആൾക്കാർ, ഒരു ഗ്രാമത്തിൽ വളർന്ന് മുളകുകാട് എന്ന് പറഞ്ഞ പഞ്ചായത്തിൽ വളർന്ന് അങ്ങനെയൊക്കെ വന്നതാണ്. ചില ആൾക്കാർ പെട്ടെന്ന് പൊട്ടി വീണ ആൾക്കാരുണ്ടാവും. അവരെ എന്നെ കൂടി കണക്കൂട്ടരുത്. പക്ഷെ എനിക്ക് എൻ്റെ അനുഭവങ്ങളാണ് എൻ്റെ സമ്പത്ത്. സെൻറ്റ് ആൽബർട്ട്സിന് മുൻപ് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ, ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ ഷോകൾക്ക് വേണ്ടിയിട്ടുള്ള എഴുത്തുകളൊക്കെ, അല്ലെങ്കിൽ ആ എഴുത്തിലൊക്കെ അന്നേ ആദ്യത്തെ എഴുത്ത് തന്നെ ഒരു ഹാസ്യത്തിൻ്റെ എഴുത്ത് മാത്രമായിരുന്നോ? ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ റോഡിൽ കുഴിയുണ്ടായാൽ അതിനെതിരെ, ഇപ്പോൾ തൊട്ടപ്പുറത്ത് ഒരു പത്രത്തിൻ്റെ ഓഫീസറുണ്ട്. അപ്പോൾ റോഡിൽ കുഴി വന്നാൽ അത് എഴുതി വെക്കും. അങ്ങനെ എനിക്ക് കുഴികൾ സൂക്ഷിക്കുക മറ്റേ പറഞ്ഞ് വെറുതെയൊക്കെ എഴുതിയിട്ട് കൊണ്ടുപോയിട്ട് അപ്പുറത്തെ പത്ര ഓഫീസിൽ കൊടുക്കും. ഞാൻ പത്രം ഏതാണെന്ന് പറയുന്നില്ല. അപ്പോൾ അവർ അതിടും. അപ്പോൾ നമ്മുടെ പേര് വരും. അപ്പോൾ നമ്മൾ ഭയങ്കര സന്തോഷവാനാവും. അപ്പോൾ അതൊക്കെ വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നാദർഷയുടെ കൂടെ ദിലീപിൻ്റെ കൂടെ കൂടുക എന്നുള്ളതായിരുന്നു ആഗ്രഹം. ദേമാവേലി കുമ്പത്തിലൊക്കെ പങ്കെടുക്കുക എന്നുള്ളത് വലിയ ആവശ്യമായിരുന്നു, ആവശ്യമായിരുന്നു. അപ്പം അങ്ങനെ കൊണ്ടു നടക്കുമായിരുന്നു. പക്ഷെ അവിടെയൊക്കെ എത്തിപ്പെട്ടിട്ടോ. എത്തിപ്പെട്ടെന്ന് മാത്രമല്ല, ദിലീപും നാദർഷയും അവരൊക്കെ കൂടെ പങ്കെടുക്കാൻ പറ്റി, അവരോട് സിനിമകളിൽ പങ്കെടുക്കാൻ പറ്റി, സ്റ്റേജ് ഷോയിൽ പങ്കെടുക്കാൻ പറ്റി, കാസറ്റിൽ പങ്കെടുക്കാൻ പറ്റി. അങ്ങനെ ഭയങ്കര ഞാനതുകൊണ്ട് ഇപ്പോൾ വരെ ഞാൻ ഓക്കെയാണ്. ഇപ്പോൾ വരെ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ വരെ എന്ന് പറഞ്ഞാൽ എന്താ പറയാമോ, നമ്മൾ അങ്ങനെ ആഗ്രഹിച്ചിട്ടുള്ള കുറേ ആൾക്കാർക്ക് പറ്റിയിട്ടില്ല. പക്ഷെ എനിക്കത് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ്. ഞാൻ ഇന്നുവരെയുള്ള ജീവിതത്തിൽ എൻ്റെ കലാജീവിതം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ വലിയൊരു ആർട്ടിസ്റ്റൊന്നുമല്ല. ഇപ്പോഴുള്ള പിള്ളേരെ വെച്ച് നോക്കിയാൽ അവർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരാളല്ലേ. പക്ഷെ അതിന് മുമ്പേ ചെറിയ രക്ഷപ്പെട്ടിട്ട് അങ്ങനെ പോകുന്ന ഒരാളാണ്. 200 നടന്മാരെയൊക്കെ അനുകരിക്കണ പിള്ളേർ വന്ന ടൈമിൽ ഞാൻ ആ ടൈമിന് വന്നാണ് ഞാൻ ഒറ്റപ്പെട്ടല്ല, ഇല്ലാതായി പോയനെ. അങ്ങനെ പിടിക്കാൻ പറ്റില്ല എന്ന് ഉള്ള തോന്നൽ കൊണ്ട് കൂടിയാണോ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾക്കൊരു സമാന്തരമായിട്ടൊരു ബിസിനസ് വേണമെന്നുള്ള ചിന്തയൊക്കെ വരുന്നതും? ഇല്ല, ബിസിനസ് എൻ്റെ കൂട്ടുകാർ കുറേ പേര് വന്ന് ചോദിച്ചപ്പോൾ അവരും കൂടി നമ്മൾ വളരുമ്പോൾ കൂടുതലൊരു 10 പേരും കൂടി വളരുന്നതാണ് നമുക്കിഷ്ടം. അങ്ങനെ ചെയ്തതാണ്. എനിക്കതുകൊണ്ട് ലാഭമോ ഒന്നുമില്ല. എൻ്റെ കൂട്ടുകാർ, ഇപ്പം നിങ്ങളാണെങ്കിലും നിങ്ങളൊരു 10 രൂപ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയ ബിസിനസ്സൊക്കെയാണ്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ബിസിനസ്സാണ്. മീൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സ്വർണം പോലെ കാണുന്ന ഒരാളാണ്. എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, കേരളത്തിലെ മീൻ കടകൾ സ്വർണ്ണക്കട പോലെ കാണുമെന്ന്. അത് ഞാൻ ചെറുതായിട്ട് നടപ്പാക്കിയിട്ടുണ്ട്. അത് മീൻ വെക്കണത് സ്വർണം വെക്കണം. അങ്ങനത്തെ ഒരു ആഗ്രഹം ഞാൻ ചെറുതായിട്ട് നടപ്പാക്കിയിട്ടെന്നാണ് എൻ്റെ വിശ്വാസം. ധർമ്മജൻ്റെ കലാജീവിതത്തിലുടനീളം എപ്പോഴും സൗഹൃദമുണ്ടായിരുന്നു. സൗഹൃദത്തിൽ നിന്നാണ് കലയുണ്ടായത്, അതിൻ്റെ കൂട്ടായ്മയുണ്ടായത്. അത് ടെലിവിഷനിലാവട്ടെ, സ്കിറ്റാവട്ടെ, സിനിമയിലാവട്ടെ, എല്ലാറ്റിലും.
പക്ഷേ ആ ആ കൂട്ടുകാരോടൊപ്പം ആയിരുന്നു എന്നതുകൊണ്ട് അതിന് പുറത്ത് സിനിമ ലോകത്തെ മറ്റിടങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനോ ബന്ധങ്ങൾ സൃഷ്ടിക്കാനോ കൂടുതൽ വേഷങ്ങളിലേക്ക് പോകാനോ കഴിയാതെ പോയത് സൗഹൃദം കൊണ്ടാണ് എന്ന് തോന്നിയിട്ടുണ്ടോ? അതിൽ സൗഹൃദം ഒരു ബന്ധനമായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല. ഞാൻ വളരെ ചുരുക്കമാണ് ഈ വിളികളും എൻ്റെ വാട്സപ്പ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് കുറവാണ്. പക്ഷേ അടുത്ത ആൾക്കാരായിട്ട് ഞാൻ വളരെ ചുരുക്കം ആൾക്കാരായിട്ടേ ഉള്ളൂ. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെളിയും പറച്ചിലും കാര്യങ്ങളും എവിടെ എത്തി എന്തായി എന്നൊക്കെ ചോദിക്കണത് വളരെ കുറച്ച് ആൾക്കാരായിട്ടേ ഉള്ളൂ. എനിക്ക് വേണമെങ്കിൽ മലയാള സിനിമയിൽ ഞാൻ ഈ ചോദ്യത്തിൻ്റെ ഉത്തരവാദിത്തമില്ല, അല്ലാണ്ട് പറയുകയാണെങ്കിൽ ഞാൻ മലയാള സിനിമയിൽ മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങി ഇങ്ങനെ താഴ്ത്ത് എല്ലാ നായകന്മാരായിട്ട് അഭിനയിച്ച ആൾക്കാരാണ്. എനിക്ക് അവരുടെയൊക്കെ നമ്പറുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു പ്രാവശ്യം പോലും ഞാൻ വിളിക്കാറില്ല. അതെൻ്റെ ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കും, പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ കാര്യത്തിന് ഞാൻ വിളിക്കാറില്ല. പിന്നെ പലപ്പോഴും പല സ്ക്രിപ്റ്റുകളായിട്ട് നമ്മൾ ആൾക്കാർ സമീപിക്കും. ഇത് ഇന്ന ആൾക്ക് കൊടുക്കണം, ഇത് ഇന്ന ആളെ ചെയ്തേ ശരിയുള്ളൂ, ഒന്ന് സഹായിക്കണം എന്നൊക്കെ പറയുമ്പോൾ സഹായിക്കണം എന്നുണ്ട്. പക്ഷേ നമ്മൾ 2 പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറൊരു നല്ല കാര്യത്തിനോട് വിളിച്ചു കഴിഞ്ഞാൽ ഇവർ ഫോൺ എടുക്കില്ല. അപ്പോൾ പിന്നെ നമ്മളെന്തിനാണ് ഇങ്ങനെ ചെയ്യണമെന്ന് ആലോചിക്കും. ഇപ്പം എന്നോട് കടം മേടിച്ച് പൈസ മേടിച്ചിട്ടുണ്ടായ ആൾക്കാർ ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ അമ്മ മരിച്ചിട്ട് അവനോട് വിളിച്ചിട്ട് എൻ്റെ അമ്മ മരിച്ചു എന്ന് പറയാൻ വേണ്ടി പോയി ഫോൺ എടുക്കുന്നില്ല. പൈസ ചോദിക്കാൻ വേണ്ടി വിളിക്കാന്ന് പൈസ ചോദിക്കാൻ വേണ്ടി വിളിക്കുന്നതാണെന്ന് വിചാരിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അവനെൻ്റെ അമ്മയുടെ ആവശ്യത്തിനൊന്നും വന്നില്ല. അപ്പം അങ്ങനെ ഞാൻ അങ്ങനെ കടം കൊടുക്കൽ ഞാനിപ്പോൾ പിഷാരുടെയും പല പ്രാവശ്യവും തീരുമാനിക്കാറുണ്ട്. ഈ വർഷം തുടങ്ങി നമുക്കങ്ങനെ, ഈ വർഷം തുടങ്ങി നമുക്കിങ്ങനെ നടക്കുമല്ലോ. ഓരോ വർഷം ജനുവരി ആരംഭിക്കുമ്പോൾ തീരുമാനിക്കാറുണ്ട്, നടക്കാറില്ല. മിക്കവാറും സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒരു ഡയറി ഉണ്ടാവും, പേഴ്സണൽ മാനേജർ ഉണ്ടാവും. ആ ഡയറിയിൽ ഈ വർഷം ചെയ്യാനിരിക്കുന്ന സിനിമകൾ, ഈ വർഷം ഞാൻ ഇത്ര സിനിമ ചെയ്തിരിക്കും, അതിനുവേണ്ടി ഇന്ന പ്ലാനുകൾ നടത്തണം, ഇതിന്ന രീതിയിലായിരിക്കണം എൻ്റെ ജീവിതം, ആ രീതിയിലുള്ളൊരു ചിട്ടപ്പടി കണക്ക് അത് വെക്കാത്തത് എന്തുകൊണ്ടാണ്? ഇല്ല ചേട്ടാ, അത് എന്താന്ന് പറഞ്ഞാൽ എനിക്കതില്ല. ഞാൻ വരുന്നത് ചെയ്യുക, 1 മുതൽ 16 എന്ന് പറഞ്ഞൊരാളാണ് ഞാൻ. പക്ഷേ വിളിക്കുന്നവരോട് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കാറുണ്ട്. അതാണ് എൻ്റെ ഒരു നിലപാട്. ഈ നിലപാട് ചത്താലും ഞാൻ മാറ്റില്ല. ഒരു ഡേറ്റ് പറഞ്ഞാൽ അത് ഇനി രജനീകാന്തിൻ്റെ പടത്തിൽ വിളിച്ചാലും ഞാൻ മാറ്റില്ല. അതെൻ്റെ ഒരു നിലപാടാണ്. അതല്ലാതെ എഴുതി വെച്ചിട്ട് മറ്റ് അയാളുടെ വരുമ്പോൾ സോറി കേട്ടോ ഞാൻ വേറെ സ്ഥലത്തേക്ക് പോകണേ, അങ്ങനത്തെ ഒരു സ്വഭാവം എനിക്കില്ല. ധർമ്മം പോലെ ചാകണം ഇനി, അങ്ങനത്തെ നിലപാട് എനിക്ക് ഉണ്ട്. അതാണ് എൻ്റെ നിലപാട്. പിന്നെ ചെറുപ്പം തുടങ്ങി എൻ്റെ അച്ഛൻ അങ്ങനെയായിരുന്നു. അപ്പോൾ ആ അച്ഛൻ്റെ ഒരു ജീവിത രീതി കണ്ട് വന്ന ഒരാളെന്ന നിലക്ക് എനിക്കത് മാറ്റാനും കഴിയില്ല, അത് മാറ്റാൻ എനിക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ, അച്ഛനെക്കുറിച്ച് പറഞ്ഞു, അമ്മയുടെ മരണത്തെക്കുറിച്ച് പറഞ്ഞു, മുളവുകാടിനെക്കുറിച്ച് പറഞ്ഞു, കൂട്ടുകാരെക്കുറിച്ച് പറഞ്ഞു, നാട്, ഈ നാടും ഇവിടുത്തെ ഒരു ഭാഷാ രീതിയും ഇവിടുത്തെ ജീവിത ശൈലിയും കണ്ടു വളർന്ന അപ്പനപ്പൂപ്പന്മാരും മറ്റ് നാട്ടുകാരും അവരുടെയൊക്കെ അതിൽ നിന്നല്ലേ വാസ്തവത്തിൽ ഒരു ധർമ്മജൻ ഉണ്ടായി വരുന്നത്. പ്രേക്ഷകർ കാണുന്നത് അങ്ങനെ വ്യത്യാസമുള്ള ഒരു ധർമ്മജനെയാണ് ആദ്യമായിട്ട് കണ്ടുവരുന്നത്, വളരുന്നത്. ഞാൻ പറഞ്ഞത് ഞാൻ മുളവുകാടാണ് ജനിച്ച് വളർന്നതും എല്ലാമാണ്. ഞാനിപ്പോൾ താമസിക്കുന്നത് വരാപ്പുഴയിലാണ്. ഇത് തമ്മിൽ വലിയ അന്തരമില്ല. ഒരു 10 മിനിറ്റ് ഓടിക്കഴിഞ്ഞാൽ എൻ്റെ നാട്ടിലേക്കായി, 10 മിനിറ്റ് ഓടിക്കഴിഞ്ഞാൽ വരാപ്പുഴയായി. എല്ലാവരും പറയും വരുത്തൻ മറ്റേത് കുറച്ചത്. ഒരിക്കലും വരുത്തന്മാരല്ല. എല്ലാവരും നമ്മൾ കേരളത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ഇന്ത്യയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അവരാരും വരുത്തന്മാർ, നമ്മളൊരു രാജ്യത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. ആ നാടും നാട്ടുകാരും അവരുടെ സംഭാഷണ രീതിയും ഒക്കെ ആദ്യകാലങ്ങളിൽ സ്കിറ്റൊക്കെ എഴുതുമ്പോഴൊക്കെ ചില ക്യാരക്ടേഴ്സൊക്കെ ഡെവലപ്പ് ചെയ്ത് വരാൻ അവരാരെങ്കിലും ഇഷ്ടം പോലെ കഥാപാത്രങ്ങളുണ്ട്. ഞാനൊരു സിനിമ എഴുതുമ്പോഴോ എനിക്ക് അതൊക്കെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അതൊക്കെ ഞാൻ ചെയ്യും. അതൊക്കെ എന്തോരം കഥാപാത്രങ്ങളുണ്ടെന്ന് പറയാം, മനസ്സിലിങ്ങനെ കിടക്കുക. അത് ഇപ്പം എൻ്റെ സുഹൃത്ത് ചെയ്യാൻ പോകുന്ന സിനിമയിൽ കുറേ ഞാനങ്ങനെ ചെലുത്തി കൊടുത്തിട്ടുണ്ട്, പറയുന്നില്ല. അതൊക്കെ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ കഥാപാത്രങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലുള്ള കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ
പറയാൻ പറ്റില്ല, അതേപോലെ ഉണ്ട്. അത് 2 കഷ്ണമായിട്ടോ 3 കഷ്ണമായിട്ടോ മുറിച്ചൊക്കെ കൊടുത്തിട്ട് ഒരേ സിനിമയിലേക്ക് ഇങ്ങനെ വരും. നമ്മൾ തമ്മിലിങ്ങനെ മിണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ ധർമ്മജൻ്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ പഴയ ചില കാര്യങ്ങൾ പറയുമ്പോൾ കണ്ണിൽ വരുന്ന ഭാവവ്യത്യാസങ്ങൾ എന്ന് പറയുന്നത് അത് ഇതുവരെ കാണാത്ത, സാധാരണ ഒരു നടനെ കാണുമ്പോൾ ആ നടനെ ചെയ്യാൻ കഴിയുമെന്ന് തോന്നിപ്പിക്കുന്ന ചില സ്ഥിരം ഭാവപ്രകടനങ്ങൾ വരും. എന്നാൽ ഇപ്പോൾ കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ വരുമ്പോഴാണ് അതുവരെ കാണാത്തൊരു ധർമ്മജൻ്റെ മുഖം ഒരു പക്ഷേ പ്രേക്ഷകർ കൂടുതലായിട്ട് കാണുന്നത്. അതിനുശേഷം പിന്നീട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ അതേപോലെ എന്നല്ല, പല രീതിയിൽ ഗൗരവത്തിലോ വലിയ ദുഃഖങ്ങളിലേക്കോ ഒക്കെ പോകുന്ന മുഖങ്ങൾ കിട്ടുന്ന വേഷങ്ങൾ ലഭിച്ചിരുന്നെങ്കിലെന്ന്? അത് നന്നായി കേട്ടോ. ഒരു അഭിനേതാവിനെ സംബന്ധിച്ചിടത്തോളം നല്ല കഥാപാത്രങ്ങൾ കിട്ടുക, അത് ഗൗരവമുള്ളതാണോ കോമഡിയാണോ നടുക്ക് നിൽക്കുന്നതാണോ എന്നുള്ളതല്ല പ്രശ്നം, തരിക എന്നുള്ളതാണ്. കിട്ടിയാൽ പൊളിക്കും, കിട്ടിയാൽ നമ്മൾ പൊളിക്കും. അത് തരണ്ടേ അറിയില്ലോ, തന്നാൽ നമ്മൾ അടിപൊളി പൊളിക്കും. അപ്പം ഇങ്ങനെ മുടങ്ങി നടക്കുന്ന ചേട്ടനുണ്ട്, ഞാൻ പാൻ്റ് അടിക്കാൻ പറ്റുമോ അങ്ങനെ പുള്ളി പറയും കിട്ടിയടിക്കും എന്ന് പറഞ്ഞ പോലെ കിട്ടിയാൽ ഞാൻ അടിക്കും. വേഷങ്ങൾ മാത്രമല്ല എന്തും നിങ്ങളടിക്കണോ അടിക്കും, കിട്ടിയടിക്കും എന്ന് പറഞ്ഞ പോലെ. എനിക്ക് മറ്റുള്ളവർ വേഷം തരുന്നില്ല, തന്നിരുന്നെങ്കിൽ ഞാൻ വേഷങ്ങൾ ചെയ്യുമായിരുന്നു എന്ന് പറയുമ്പോൾ പോലും അത് ചെയ്യാനുള്ള ആരോഗ്യമുള്ളൊരു സമയത്ത് ആ വേഷങ്ങൾ കിട്ടാതെ പോകുന്നുണ്ടല്ലോ എന്നുള്ളൊരു വേദന വേണ്ടതല്ലേ? ഇല്ല, ഞാൻ ഇപ്പോഴും ഭയങ്കരമായിട്ട് ഞാൻ പറയട്ടെ, ഞാൻ 2009 സിനിമയിൽ, അതിന് മുമ്പ് ടി വിയിൽ സജീവമായിരുന്നു, നല്ല പരിപാടികളിലൂടെ സജീവമായിരുന്നു. എന്നെ ആൾക്കാർക്ക് തിരിച്ചറിയാൻ പറ്റുന്ന പാകത്തിൽ ഞാൻ ടി വിയിൽ അഭിനയിച്ചിരുന്നു. 2009 അഭിനയിക്കുന്നത്, ദിലീപേട്ടൻ്റെ കൂടെ അഭിനയിക്കുന്നത്. എല്ലാം എന്താ പറയണത്, ബോണസാണ്. അതുകൊണ്ട് എനിക്ക് ഞാൻ 125-ലധികം സിനിമകളിൽ അഭിനയിച്ചു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സങ്കടമോ അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. കാരണം ഇത്ര സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയത് തന്നെ വലിയ ഭാഗ്യം. ഞാൻ പണ്ട് ഒരു കാസറ്റിൽ അഭിനയിക്കണം എന്ന് വിചാരിച്ചാൽ ആ ടീമിൻ്റെ കൂടെ തന്നെ ഞാൻ വന്നു. നാദിർഷ, ദിലീപ്, അബി പറഞ്ഞിട്ട് അവരുടെ കൂടെ ഞാൻ സ്റ്റേജ് ഷോകളിൽ അഭിനയിച്ചു, വിദേശങ്ങളിൽ പോയി അവരുടെയൊക്കെ അഭിനയിച്ചു, ഇവിടെയൊക്കെ അഭിനയിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നതിന് ശേഷം ഞാൻ സിനിമയിൽ അഭിനയിച്ചു. അതൊക്കെ എനിക്ക് എൻ്റെ ബോണസാണ്. എനിക്ക് ഒരു പരാതിയും പണ്ടാരം ഒന്നുമില്ല. എനിക്ക് പണ്ടാരം എന്ന് പറയാൻ പാടില്ല, എന്നാലും പരാതി ഒട്ടുമില്ലാത്തരാളുള്ളൂ ഞാൻ. എളുപ്പത്തിൽ തൃപ്തിപ്പെടുന്ന ഒരു മനസ്സാണോ? ഇല്ല, എളുപ്പത്തിലല്ല. തൃപ്തി എന്ന് പറയുന്നത് നമ്മൾ എവിടെ എത്തണം എന്തെത്തണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുള്ളൊരു സംഭവം ഉണ്ടാവല്ലോ, അതിലുള്ളൊരു തൃപ്തി വളരെ അധികമാണ്. ഞാൻ വളരെ അധികം എന്ന് പറഞ്ഞാൽ ചിലർക്ക് എൻ്റെ കൂടെയുള്ളതല്ല, എനിക്കറിയാൻ പറ്റുന്ന കുറേ ആർട്ടിസ്റ്റുകളുണ്ടല്ലോ, അവരൊന്നും ഇപ്പം മരിച്ചുപോയ അഭിനയിക്കുക ഇവരവരൊക്കെ ഉണ്ടല്ലോ, അവരുടെ ഇവിടേക്ക് ഒന്നും പങ്കെടുക്കാൻ പറ്റാത്ത കലാകാരൻ, പക്ഷേ വളരെ ലെജൻഡായിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് എല്ലാവരും. അപ്പം ഞാനും പിഷാരുടെയൊക്കെ പെട്ടെന്ന് അതിൻ്റെ ഇടയിൽ കൂടി ഈ റിയാലിറ്റി ഷോ ഒക്കെ ഒന്ന് ഭയങ്കര വിപുലമാകാനൊക്കെ മുമ്പ് തന്നെ പെട്ടെന്ന് ഒന്ന് രക്ഷപ്പെട്ടെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാനൊക്കെ അതിൽ പെട്ടുപോയാൽ ഞാൻ ഇല്ലാതായേനെ. ഇല്ലാതായിപ്പോയേനെ. കാരണം എനിക്ക് അത്ര വലിയ ടാലൻ്റ് ഇല്ലാത്തൊരാളാണ് ഞാനതിൽ പെട്ടുപോയേനെ. ഞങ്ങൾ പിഷാരുടെ പിന്നെ കാര്യങ്ങളൊക്കെ കൊണ്ട് എങ്ങനെയെങ്കിലും പിടിച്ചു കയറി മുന്നോട്ട് വന്നാലേ. എനിക്ക് അധികം ടാലൻ്റ് ഇല്ലാത്ത ആളാണ് ഞാനെന്ന് ഞാൻ പറയുള്ളൂ. ഞാനിപ്പോഴും എല്ലാവരോടും പറയാറില്ല ഞാൻ നല്ല മിമിക്രി ആർട്ടിസ്റ്റ് ഒന്നുമല്ല. ഞാൻ മിമിക്രി ആർട്ടിസ്റ്റ് അല്ല, എനിക്കൊരു സീൻ ഒന്നുമല്ല, അഭിനയിക്കാനൊക്കെ നല്ലൊരു അഭിനേതാവെന്നല്ല, ഒരു അഭിനേതാവാണ്. സാധാരണഗതിയിൽ നടന്മാരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവരവരുടെ അഭിനയത്തിൻ്റെ സംഗീതത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കുകയും എൻ്റെ അഭിനയ രീതിയിൽ സ്വാധീനിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കും. അതൊന്നും ധർമ്മജൻ സംസാരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് നേരത്തെ ചെയ്തിട്ടുള്ള പല സ്കിറ്റുകളിൽ ബുദ്ധിജീവികളുടെയൊക്കെ വേഷങ്ങളൊക്കെ ചെയ്തതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു മനഃശാസ്ത്രം അറിയാവുന്നതുകൊണ്ടാണോ ഞാൻ ടാലൻ്റ് ഒന്നും അല്ല എന്നങ്ങനെ പറയുന്നത്? അല്ല, അത് സത്യസന്ധമായിട്ട് പറയുന്നത്. ഞാൻ ടാലൻ്റ് അല്ല. എനിക്കൊരു 5 നടന്മാരെ ശബ്ദം അനുകരിക്കാൻ അറിയില്ല. അന്നൊക്കെ അതായിരുന്നു മിമിക്രിയിൽ. ഒരു 5 നടന്മാരെ അനുകരിക്കുന്നവനാണ് മിമിക്രി ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ 200 നടന്മാരെ, കോട്ടൻ നസർ പോലുള്ള ആൾക്കാരൊക്കെ നമ്മൾ ഞെട്ടിപ്പിച്ചിട്ടുള്ള കലാകാരന്മാരാണ്.
കോട്ടേഴ്സിനൊക്കെ മറികടന്ന് വേറെ ആളുകൾ വന്നിട്ട് 200 നടന്മാർ ഇത്ര മിനിറ്റിനുള്ളിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ചരിത്രം ഉണ്ടാക്കിയിട്ടുണ്ട്. ചാനലിലൂടെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെയൊക്കെ ഒരു 7 അയലത്ത് എന്നെ പ്രദർശിക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി ഇത്ര സിനിമകളിൽ അഭിനയിച്ചു. അതുകൊണ്ട് ഞാനത് ഇപ്പോഴും പറയണത് എനിക്കൊരു ബോണസാണിത്. എനിക്കൊരു സിനിമ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. എനിക്ക് അത്യാവശ്യം അതൊക്കെ ആയിട്ട് ഞാൻ പോകുന്നുണ്ട്. ഞാൻ സന്തോഷവാനാണ്. ആ സന്തോഷത്തിൻ്റെ പൂർണ്ണത എത്തിയ സമയത്തായിരുന്നോ ഒരു വ്യത്യാസം വന്നു ഓട്ടെ എന്ന് വിചാരിച്ചിട്ട് തെരഞ്ഞെടുപ്പ് രംഗത്തേക്കൊക്കെ വരുന്നത്? തെരഞ്ഞെടുപ്പ് അവിചാരിതമായിട്ട് വന്നതാണ്. അത് ഞാൻ ചോദിച്ചിട്ടോ എനിക്ക് ഞാൻ കടന്ന് ബുദ്ധിമുട്ടിട്ട് കിട്ടിയതൊന്നുമല്ല. അതങ്ങനെ വന്നു. ഇങ്ങനെയാണ് ഈ വന്ന വഴി എന്ന് എനിക്കറിയാൻ പാടില്ല. ഇവിടെ തെരഞ്ഞെടുപ്പിന് സീറ്റുകൾക്ക് വേണ്ടി മത്സരിക്കുന്നതും സത്യം പറയാൻ പാടില്ല എങ്കിലും കോടികൾ കൊടുത്ത് സീറ്റ് മേടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ പറയുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന ടൈമിൽ എനിക്കൊരു സീറ്റ് വരിക, UDF എപ്പോഴും 45 വർഷമായിട്ട് നിരന്തരം തോക്കുന്ന സീറ്റ് എനിക്ക് തരുന്നു. ഞാനവിടെ പോയി നിൽക്കുന്നു. ദാറ്റ്സ് ഓൾ. അവിടെ നിന്ന് തോക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ദൗത്യം. കഴിഞ്ഞ ആഴ്ച ഞാൻ പ്രധാനപ്പെട്ട മറ്റൊരു നടനെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അദ്ദേഹം താങ്കളുമായിട്ട് പരിചയമുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞത് ധർമ്മജനൊക്കെ പറ്റിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥത്തിലല്ല. അതായത് സാധാരണ തോൽക്കാൻ സാധ്യതയുള്ള ഒരു സീറ്റ് കിട്ടിയാൽ പോലും സ്ഥാനാർത്ഥിയാവുന്ന ആൾക്ക് അത് വെച്ചിട്ട് പണം ഉണ്ടാക്കാൻ പറ്റും. ഇത് അല്ല, ഞാൻ പറഞ്ഞുതരാം. അത് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവത്തിൽ. ഞാൻ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചേക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്. ഞാൻ ചെറുപ്പം തുടങ്ങി സ്കൂളിൽ പഠിക്കുമ്പോൾ തുടങ്ങി KSUവിൻ്റെ സ്കൂളിൽ ലീഡറായിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്നപ്പോൾ ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ ഞാൻ സെക്രട്ടറി, അണ്ടർ പ്രസിഡൻ്റൊക്കെ ആയിരുന്നു. കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ KSUവിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. KC രമേശൊക്കെയുള്ള ടൈമിന് അങ്ങനെ പടിപടിയായിട്ട് ഞാൻ ഓരോ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള ആളാണ്. ഇങ്ങനെ മലയാള സിനിമയിൽ ആരെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയാൻ പാടില്ല. പെട്ടെന്ന് കോൺഗ്രസ് ആയ ആളല്ലേ. പിന്നെ ഇത് വെച്ചിട്ട് പൈസ ഉണ്ടാക്കുന്ന ആളും ഞാൻ എല്ലാ യോഗങ്ങളിലും പ്രസംഗിക്കുമായിരുന്നു. കാരണം എനിക്ക് രാഷ്ട്രീയം ജോലിയല്ല. എൻ്റെ പണി എൻ്റെ മിമിക്രിയും കാര്യങ്ങളും സിനിമാഭിനയൊക്കെയാണ്. രാഷ്ട്രീയം ഒരിക്കലും ജോലിയായിട്ട് എടുത്തിട്ടില്ല. അതുകൊണ്ട് എനിക്കതിൽ ആരും എന്ത് പറഞ്ഞാലും ആരും എന്നെ വിമർശിക്കുമില്ല. കാരണം ഒരിക്കലും വിമർശിക്കാൻ സാധ്യതയില്ല. കാരണം ഞാൻ 5 പൈസ പോലും ഒരാളുടേതും കൈപ്പറ്റിയിട്ടില്ല. ഇപ്പോഴും ഇല്ല, അപ്പോഴും ഇല്ല. അതുകൊണ്ട് എനിക്ക് രാഷ്ട്രീയം എന്തൊക്കെ ആരൊക്കെ പറഞ്ഞാലും ഞാൻ ചാകുമ്പോൾ എനിക്ക് ഒരു ത്രിവർണ്ണ പതാക പതപ്പിക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ ഒരു പാർട്ടിയിലേക്കും എൻ്റെ ജീവിതാവസാനം വരെ പോകില്ല. ഇനിയൊരു തെരഞ്ഞെടുപ്പ് ഗോതയിലേക്കൊന്നും ഞാൻ പോകുന്നുണ്ടോ പോകുന്നില്ലെന്നൊന്നുമല്ല. ഞാൻ പറയില്ല, ഞാൻ ചത്ത കഴിഞ്ഞാൽ എനിക്കൊരു എൻ്റെ അച്ഛനെ പതിപ്പിച്ച പോലെ. എൻ്റെ അച്ഛൻ നല്ല കോൺഗ്രസ്സുകാരനായിരുന്നു. ഞങ്ങൾ കോൺഗ്രസ് കുടുംബം. എന്നെ ഇനി പാർട്ടിയെ അവഗണിച്ചാലും എന്നാലും എൻ്റെ 2 കൂട്ടുകാരുണ്ടാവുമല്ലോ, അവർ എവിടെയെങ്കിലും പോയിട്ട് 2 പുതപ്പടിച്ചിട്ട് വരുമല്ലോ. അതിലൊരു ത്രിവർണ്ണ പതാക ആയിരിക്കുള്ളൂ. അതെന്നെ പതപ്പിക്കും. അത് പതിച്ചിട്ട് ഞാൻ മരിക്കുള്ളൂ. പാർട്ടി അങ്ങനെ അവഗണിക്കും. അതിൽ കൂടുതലൊന്നും പറയാനില്ല. ഞാൻ അപ്പുറത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ, വേറൊരു പാർട്ടിയിലേക്ക് ഞാൻ ചത്താലും പോകില്ല. അതുമൂലം വന്ന് സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, കയ്യിൽ നിന്ന് ഇല്ല, ഒട്ടുമില്ലെന്ന് മാത്രമല്ല, ഒട്ടുമില്ല. അതിൽ നിന്ന് പാഠങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ ഉണ്ടാക്കാമായിരുന്നു എന്ന് നിങ്ങൾ തിരിച്ചൊരു ചോദിച്ചാൽ എനിക്ക് ഉണ്ടാക്കാൻ അറിയാനും പാടില്ല. അങ്ങനെ ഉണ്ടാക്കാൻ എങ്ങനെയാണ് എനിക്കറിയാനും പാടില്ല. എനിക്ക് നഷ്ടമൊന്നും ഉണ്ടായില്ല. എനിക്കെല്ലാവരും സഹായിച്ചിട്ടാണ് ഞാനവിടെ. അത് ഉമ്മൻചാണ്ടി സാറ് മുതൽ എല്ലാവരും സഹായിച്ചിട്ടാണ് ഞാനവിടെ നിന്നത്. അവിടെ നിന്ന് മാന്യമായിട്ട് തോറ്റു. പക്ഷെ എനിക്ക് എൻ്റെ കുടുംബത്തെ അങ്ങനെ മുടക്കാനുള്ള പൈസയൊന്നും എൻ്റെ വീട്ടിലോ എനിക്ക് എൻ്റെ സാമ്പത്തികം അനുസരിച്ച് എനിക്ക് ഇത്ര മുടക്കാൻ 10 ലക്ഷം രൂപ പോലും എനിക്ക് മുടക്കാനൊന്നും എനിക്ക് ബാധ്യത. ഞാൻ ഇവിടെ വന്ന ഈ ഗേറ്റിലിരിക്കുന്ന ആൾക്കാർ 500 രൂപ ആവശ്യപ്പെട്ട് വന്നൊരു മരുന്ന് മേടിക്കാൻ ആൾക്കാർക്ക് കൊടുക്കാനുള്ള അല്ലാതെ ഇങ്ങനെ അടുത്ത് 10 ലക്ഷം രൂപ ഒന്നും കൊടുക്കാനുള്ള പൈസ ഒന്നും ഉണ്ടായില്ല.
എനിക്ക് ഇല്ല, ഇലക്ഷന് നിൽക്കാനുള്ള പൈസ ഒന്നും എനിക്കില്ല. ഇനിയും വിളിച്ചാൽ ഞാൻ ഇല്ല, അതുകൊണ്ടായില്ലാത്തത്. ഞാൻ സിനിമയിലേക്ക് തന്നെ ഒന്ന് തിരിച്ചു വരികയാണ്. ഇപ്പോൾ ദിലീപ്, നാദിർ ഷാ, പിഷാരടി അവരൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു കൂട്ടായ്മയിൽ നിന്നാണ് ധർമ്മജൻ്റെ സിനിമകളും ധർമ്മജൻ്റെ അഭിനയവും എല്ലാം പ്രേക്ഷകർ കാണുന്നതും മുന്നോട്ട് പോകുന്നു, വളരുന്നതുമെല്ലാം. പിന്നീട് ന്യൂ ജനറേഷൻ എന്നൊക്കെ ചിലർ വിശേഷിപ്പിക്കുന്ന സിനിമകൾ വരുന്നു. നിങ്ങളുടെ കൂട്ടായ്മ ഉണ്ടാക്കിയ സിനിമ കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകരുടെ മനസ്സ് മാറിയിട്ട് വേറെ തരത്തിലുള്ള സിനിമ കാണുന്ന പ്രേക്ഷകരുണ്ടായി എന്ന് തോന്നുന്നുണ്ടോ? അതല്ല, ധർമ്മജൻ്റെ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു സമൂഹം ഇപ്പോഴും തുടരുന്നുണ്ട് എന്നും വിചാരിക്കുന്നുണ്ടോ? ഇവിടെ ധർമ്മജൻ്റെ സിനിമ എന്ന് പറയാൻ ഞാൻ വളർന്നിട്ടില്ല. ധർമ്മജൻ്റെ സിനിമ കാണണം എന്ന് പറയാനായിട്ട് ഞാൻ അത്ര വളർന്നിട്ടില്ല. പിന്നെ ദിലീപ്, നാദിർ ഷാ, പിഷാരടി എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെക്കാട്ട് ഒരുപടി മേളിൽ നിൽക്കുന്ന ആൾക്കാർ. എൻ്റെ കൂട്ടുകാരനാണ് പിഷാരടിയെങ്കിലും അങ്ങനെ ഒരുപടി മേളിൽ നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ഒരു സിനിമകൾ ചെയ്യാൻ അവർ വിളിക്കുക എന്നല്ലാതെ ഞാൻ അവരെ ശല്യപ്പെടുത്തുന്നില്ല. ഇപ്പോൾ ദിലീപേട്ടനെ വിളിച്ച് ഞാൻ എൻ്റെ ഫോൺ എടുക്കും. ചേട്ടാ അടുത്ത സിനിമ എന്തായി, നമുക്ക് വേഷമില്ലേ ചോദിക്കാറില്ല. നാദിർ ഷാ കേക്കെന്നാണ് ഞാൻ വിളിക്കുന്നത്, കേക്കനെ വിളിച്ചത് ഞാൻ ചോദിക്കാറില്ല. പിഷാരനോട് ഞാൻ ചോദിക്കാറില്ല. അതൊന്നുമില്ലാതെ വളരെ നൈസായിട്ട് നമ്മളെ വിളിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ പോവുക. അവർ വിളിച്ച് മറ്റു വിശേഷങ്ങളൊക്കെ ചോദിക്കുമായിരിക്കും, എല്ലാം ചോദിക്കുമായിരിക്കും. ഞാനൊരിക്കലും എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു ചാൻസ് ചോദിച്ചിട്ടില്ല. അത് കുഴപ്പമാണോ നല്ലതാണോ എന്ന് എനിക്കറിയാമല്ല. ഞാൻ ഇന്ന് വരെ ഒരാളോടും ചാൻസ് ചോദിച്ചിട്ടില്ല. ഞാൻ ചാൻസ് ചോദിക്കാൻ നിന്ന 2-3 സംവിധായകരുണ്ട്. സത്യനന്ദിക്കാട് പുള്ളി ഞാൻ ചോദിക്കണേക്ക് മുമ്പ് തന്നെ എനിക്ക് ചാൻസ് തന്നു. പിന്നെ ലാലു സാറ്, പുള്ളിക്ക് എന്നെ അറിയാമല്ലോ, എന്നെങ്കിലും വിളിക്കും എന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നു. അങ്ങനെയൊക്കെ ഉള്ളൂ. പിന്നെ സിദ്ദിഖ് സാറ് മരിച്ചുപോയി. എന്നാലും സിദ്ദിഖ് സാറ് നേതൃത്വം നൽകിയ സിനിമയാണ് ഇനി ഇറങ്ങാനുള്ള എൻ്റെ സിനിമ. പൊറോട്ടയല്ല, പൊറാട്ട് നാട് എന്ന് പറയുന്ന സിനിമയാണ്. അത് എൻ്റെ കൂട്ടുകാരൻ സുനീഷ് വാരനാടാണ് എൻ്റെ സ്ക്രിപ്റ്റ്. അപ്പോൾ അവനിങ്ങനെ സൈജു കുറുപ്പാണ് നായകൻ, ഞാനൊരു സെക്കൻഡ് ഹീറോ ആണ്. വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സിദ്ദിഖ് സാറിൻ്റെ കൂടെ വർഷങ്ങളായിട്ടുണ്ടായ ഒരാളാണ് പിന്നെ ഡയറക്ഷൻ. അപ്പോൾ അങ്ങനെയൊക്കെ നല്ലൊരു സിനിമയാണ്. അത് ചെറിയ കോടതി കേസൊക്കെ ആയിട്ടുണ്ടായി, പക്ഷേ വന്നാൽ നല്ലതായിരിക്കും. ഒരു രാഷ്ട്രീയം പറയുന്ന സിനിമയാണ്, അത്യാവശ്യം രാഷ്ട്രീയം ഇതൊക്കെ പറയുന്ന സീരിയസ് സിനിമയാണ്. കൂടുതൽ സിനിമകളിലേക്ക് അങ്ങനെ അധ്വാനിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിനൊരു കാരണമായിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ. മടിയാണ്. അല്ല, ഇപ്പോൾ ബഡായി ബംഗ്ലാവ് പോലെയുള്ള നിരവധി സ്കിറ്റുകളിലൊക്കെ നിരന്തരം അഭിനയിക്കുന്നു, പലതരം വേഷങ്ങളായിട്ട് പകർന്നാടുന്നു. അങ്ങനെ അതൊക്കെ ചെയ്തുകൊണ്ട് ഒരായുസിൽ ചെയ്യേണ്ടതുപോലെ, കാരണം കുറച്ചേ ഉള്ളൂ എങ്കിലും പല പല വേഷങ്ങളായിട്ട് മാറുകയല്ലേ ഇങ്ങനെ ഈ അന്യൻ സിനിമയിലെ പോലെ. അങ്ങനെ അത് ചെയ്തുകൊണ്ടാണോ അങ്ങനെ ഈ ഒരു അഭിനയ മോഹം അങ്ങോട്ട് തിരതള്ളി വരാത്തത്? അല്ല, ഞാൻ ഇപ്പോൾ ഒരു ചില പറയാൻ പറ്റാത്തതെന്ന് പറഞ്ഞത്, ഞാനിപ്പോൾ 5-4 വർഷം ഒരു ചാനലിൽ പലവിധ വേഷങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചാനലിൽ കുറേ വർഷങ്ങൾക്ക് ശേഷം വേറൊരു ചാനൽ വന്നിട്ട് കുറേ. അപ്പോൾ നമ്മൾ പലവിധ വേഷം കെട്ടിയിട്ടുണ്ട്. അത് ഒരു അനുഭവമാണ്, അനുഗ്രഹമാണ്. ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വേഷങ്ങൾ ചെയ്യുക എന്നുള്ളത് സിനിമയിൽ ചെയ്യാൻ പറ്റില്ല എത്ര. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള സംഭവത്തിലാണ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരിക്കലും ഒരു കുറവായിട്ടില്ല. അത് കാണുന്നവരെ വളരെ സിനിമ എന്ന് പറയുന്നത് വലിയ വൈഡായിട്ടുള്ള സംഭവമാണ്. സിനിമ കാണുന്നതിനെക്കാട്ടും കൂടുതൽ ആൾക്കാർ ടി വി കാണുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു അറിവ്. ഞാൻ 3 മെഗാ സീരിയൽ എഴുതിയിട്ടുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിന് തള്ളിപ്പറയാനൊന്നും പറ്റിയൊന്നുമില്ല, എന്നുകൊണ്ട് എഴുതിയിട്ടുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കിയാൽ നമ്മുടെ ടി വി സിനിമ ടി വി എന്ന് വെച്ച് നോക്കിയാൽ എനിക്കങ്ങനെ തള്ളിപ്പറയാൻ പറ്റില്ല. പക്ഷേ ഞാനിപ്പോൾ ടി വി സീരിയലിലൊക്കെ എന്നെ അഭിനയിക്കാൻ വിളിക്കുമ്പോൾ ഞാൻ പോകാറില്ലാത്തത് അത് കുറച്ച് കുഴപ്പമുള്ളതുകൊണ്ട്. സിനിമയിൽ എനിക്ക് അത്യാവശ്യം നല്ല സംഭവങ്ങൾ കിട്ടുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. ചിലതിൽ പോകാതിരിക്കുന്നുണ്ട്, ചിലർ പോകുന്നുണ്ട്. വലിയ സന്തോഷവാനാണ്. ഇപ്പോൾ തോന്നിയൊരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. അതായത് അത് ബോഡി ഷെയ്മിംഗ് ആണെന്ന് വിചാരിക്കരുത്, അല്ലെങ്കിൽ ശരീരത്തെ താരതമ്യപ്പെടുത്തുന്നതാണെന്ന് വിചാരിക്കരുത്. ഇപ്പോൾ ഇന്ദ്രൻസ്
ഏകദേശം ഇന്ദ്രൻസിൻ്റെ പൊക്കം തന്നെയാണ് താങ്കൾക്കും ഉള്ളത്, ഒരു ശരീരഘടനയെക്കുറിച്ചല്ല, ഒരു തടിയൊക്കെ നോക്കുമ്പോൾ. ഇന്ദ്രൻസ് ഒരു ഘട്ടത്തിൽ 80കളിലും 90കളിലൊക്കെ അഭിനയിച്ചിരുന്ന കുടക്കമ്പി എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന തരത്തിലുള്ള വേഷങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആ ഇന്ദ്രൻസ് പിന്നീട് മാറിയിട്ടും വേറെ പലതായിട്ട് മാറുന്നു, വലിയൊരു ബൃഹത്താകാരമായിട്ട് മാറുന്നു. അത് ഇന്ദ്രൻസിനോട് ആരും പറഞ്ഞിട്ട് സംഭവിക്കുന്നതല്ല. ഇന്ദ്രൻസിന് പോലും അറിയാമായിരുന്നില്ല അങ്ങനെ കഥാപാത്രങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരാളാണ് താനെന്ന് അറിയുമായിരുന്നില്ല. ഏതോ ഘട്ടത്തിൽ അതിന് പറ്റിയ വേഷങ്ങൾ വരുന്നു, അപ്പോൾ സ്വയം അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ റേഞ്ച് പുറത്തേക്ക് വരുന്നു. അങ്ങനെ ഉള്ളൊരു സാധ്യത ഉണ്ട്, പക്ഷേ ആ സാധ്യതയിലേക്ക് പോകാൻ പോലും കഴിയാത്ത രീതിയിൽ ഒരു അലസതയില്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. കുറ്റകരമായൊരു അലസതയില്ലേ ധർമ്മജന്? നമ്മൾക്ക് ഇന്ദ്രൻ സേട്ടന് തുടങ്ങാം. ഇന്ദ്രൻ സേട്ടൻ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വൈഫൊക്കെ ആയിട്ട് ഭയങ്കര അടുപ്പമുള്ള, ഇന്ദ്രൻ സേട്ടൻ്റെ വൈഫൊക്കെ ആയിട്ട് അടുപ്പമുള്ളൊരു ഫാമിലിയാണ് എൻ്റെ. ഇത് ഒന്നാമത്തെ ചോദ്യം, ഇത് കിട്ടുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ദ്രൻ സേട്ടന് സ്റ്റേറ്റ് അവാർഡ് നേടി കൊടുത്ത ആളൊരുക്കം എന്നുള്ള പടത്തിൻ്റെ ഡയറക്ടർ ഞാൻ അദ്ദേഹത്തിൻ്റെ സിനിമ ചെയ്തു. അപ്പോൾ അഭിലാഷ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അത് ചെയ്തു. അതിലൂടെ പുള്ളിക്ക് സംസ്ഥാന അവാർഡ് നേടി. അത് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ആവേശത്തിൽ എന്നെ വിളിച്ചെങ്കിൽ എനിക്ക് ചിലപ്പോൾ കിട്ടിയാൽ അങ്ങനെയാണ് എല്ലാവരുടെയും കാര്യം. സലീം കുമാറിൻ്റെ കാര്യം അങ്ങനെയൊക്കെ തന്നെ, എല്ലാവരുടെയും കാര്യം അങ്ങനെ തന്നെ. ഇതിപ്പോൾ നമ്മൾ കണ്ടിട്ട് പോലുമില്ല സുരാജ് അഭിനയിച്ച ദേശീയവാരുടെ പടം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടതാണ്. അതെ അതെ. അങ്ങനെ വളരെ കുറച്ച് പേരെ കണ്ടിട്ടുണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇവരഭിനയിച്ചിട്ടുണ്ട്, സലീം കുമാർ അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അതിൻ്റെ പേരിലൊക്കെയാണ് അവാർഡ് കിട്ടുന്നത്. ഞാൻ പറയുന്നത് ഈ ഇന്ദ്രൻ ചേട്ടൻ എന്ന് പറഞ്ഞ മനുഷ്യനെ അങ്ങനത്തെ കഥാപാത്രം ഏൽപ്പിക്കാൻ കാണിച്ചൊരു ധൈര്യം, അത് അഭിലാഷ് എന്ന് പറഞ്ഞ ഡയറക്ടർ, അത് ഇന്ദ്രൻ ചേട്ടൻ്റെ കഴിവല്ല, അത് അഭിലാഷ് എന്ന് പറഞ്ഞ ഡയറക്ടറുടെ കഴിവാണ്. നിങ്ങൾ ആ വേഷം എടുത്തിട്ട് ഇത് നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞ് ചെയ്തു, അഭിനയിപ്പിച്ചു. സ്ക്രിപ്റ്റൊക്കെ പുള്ളിയുടെ ചെയ്തു, അവാർഡ് കിട്ടി. ഇന്ദ്രസേട്ടൻ നിന്ന് കൊടുത്താൽ മതി. എന്തൊരു പ്രോപ്പർട്ടി അതാണ്. അഭിനയിക്കണം ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, അത് ഇന്ദ്രസേട്ടൻ അഭിനയിക്കുകയും കൂടി വേണം. ഇന്ദ്രസേട്ടൻ നന്നായിട്ട് അഭിനയിക്കുകയും കൂടി ചെയ്തതിൻ്റെ പേരിലാണ് ചെയ്തത്. അതിനുശേഷം ഇന്ദ്രസേട്ടൻ്റെ റേഞ്ചായി മാറി. ഇന്ദ്രൻസേട്ടൻ വെച്ചിട്ട് പടങ്ങൾ ചെയ്യാൻ തുടങ്ങി. അതേപോലെ നമ്മൾ വെച്ചിട്ട് ആരെങ്കിലും വരണ്ടേ, വന്നല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളും ഇന്ദ്രൻസേട്ടനോടൊപ്പം അല്ലെങ്കിലും തൊട്ട് താഴെങ്കിലും ചെയ്യും, പക്ഷെ നിങ്ങൾ എനിക്കൊരു വേഷം തരണം. ഇപ്പോൾ ധർമ്മജൻ നമ്പൂതിരിയായിട്ട് അഭിനയിച്ച ഒരു വേഷമുണ്ട്, ഒരു മുടിയൊക്കെ വളർത്തിയിട്ട് ഒരു വ്യാജ സന്യാസിയെ പോലെ, ജോത്സ്യനെ പോലെയോ അതാണെന്നാണ് ഞാൻ ഓർക്കുന്നത്. അപ്പോൾ അതിലേതോ ഒരു ഭാഗത്ത് കറുത്ത നമ്പൂതിരിയോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ, അതായത് ഇങ്ങനെ ഒരു കരിഞ്ഞ നമ്പൂതിരി എന്നുള്ള പ്രയോഗം വരുന്നു. അപ്പോൾ അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോൾ EMS നമ്പൂതിരിപ്പാട് നന്നായിട്ട് കറുത്തിട്ടായിരുന്നു. അപ്പോൾ പുതിയ പ്രേക്ഷകർ, ഞാൻ പറഞ്ഞ പുതിയ പ്രേക്ഷകരെ സംബന്ധിച്ചിട്ട് ആ ഒറ്റ ദൃശ്യം അതിലെ കോമഡിയെ മാറ്റുകയും അതിനെ വലിയൊരു രാഷ്ട്രീയ പ്രശ്നമാക്കി മാറ്റുകയും ചെയ്യുന്ന രീതിയിൽ അങ്ങനെ ചിന്തകൾ വരുന്നുണ്ട്. ഈ സിനിമയിൽ വരുന്ന ഇത്തരം ഈ മാറ്റങ്ങളെയും ഗൗരവകരമായ ചിന്തകളെയൊക്കെ എങ്ങനെയാണ് കാണുന്നത്? പ്രൊഡ്യൂസർമാരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുകയോ അല്ലെങ്കിൽ അതിൻ്റെ PROമാരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുകയോ ചെയ്തിട്ട് ഒരു പടം, ഇതാ മനോഹരമായൊരു പടം ഇറങ്ങിയിരിക്കുന്നു, എല്ലാവരും പോയി കാണൂ, ഇങ്ങനെയാണ് എന്ന് പറയുന്ന ആ രീതിയിൽ റിവ്യൂ ചെയ്യുന്ന ഞാൻ പറഞ്ഞ ഭയങ്കര വിവാദമായി പോകും. അതുകൊണ്ട് ഞാൻ മറുപടി തന്നാൽ പ്രശ്നമായി പോകും.